പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 5 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു 5 കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പല ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആപ്പുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ട്. അപ്പോൾ ആ ആപ്പുകളൊക്കെ നമുക്ക് ഇന്നയിടത്താണ് ആ ആപ്പ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊസിഷൻ മാറിയൊക്കെ ചിലപ്പോൾ പോകാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പൊസിഷൻ മാറി പോകാതിരിക്കാനും അതുപോലെ തന്നെ ഡിലീറ്റ് ആയി പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് ഒരു സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മൊബൈലിന്റെ സെറ്റിംഗ്സ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പൊ അതിനു മുമ്പായിട്ട് നമുക്കൊരു കാര്യം ഇതൊന്ന് നോക്കാം. ഇതിപ്പോ നമ്മൾ ഈ ഒരു ആപ്പ് ഞാനിങ്ങനെ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ്. അതിപ്പോ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ വേറൊരു ആപ്പും കൂടെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇത് കണക്ക് അതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, ഇത് വേണ്ട ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടും അത് ഡിലീറ്റ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ അതാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാവുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ മൊബൈലിന്റെ സെറ്റിംഗ്സ് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നമുക്ക് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും. അവിടെയായിട്ട് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് ഇവിടെ നമ്മൾ എനബിൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്നുള്ളതാണ്. അത് നമ്മളിങ്ങനെ എനബിൾ ചെയ്ത് വെച്ചാലാണ് ഇത് കണക്ക് നമുക്ക് അത് ഡിലീറ്റ് ആവാതിരിക്കുന്നത്. അതായത് ഇതിങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് ഇപ്പോൾ ഇത് എനബിൾ അല്ല, ഡിസേബിൾ ചെയ്തിട്ടുണ്ട്, അതായത് ഓഫാണ്. ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അബദ്ധത്തിൽ ഈ ആപ്പുകളൊക്കെ ഡിലീറ്റ് ആവാനും അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇത് എനബിൾ ചെയ്ത് വെക്കണം. അതായത് ഇതേമാതിരി തന്നെ ഇങ്ങനെ എനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബദ്ധത്തിൽ പോലും അത് ഡിലീറ്റ് ആവത്തുമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനചലനം ഉണ്ടാവത്തുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകത്തില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എനബിൾ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ പലപ്പോഴും നമുക്ക് പല നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരും. ആ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നുണ്ടേ നമ്മൾ നമ്മുടെ അടുത്ത് ആരെങ്കിലും നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ ഹൈഡ് ആവുന്ന രീതിയിൽ, അതായത് ആ നോട്ടിഫിക്കേഷൻ ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷോ ചെയ്യത്തില്ല. അത് ഷോ ചെയ്യാതെ അതിൽ എത്ര ഇപ്പം ഒരു 4-5 മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ 4-5 മെസ്സേജ് ഉണ്ടെന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. അതിന് ഉള്ളടക്കം മാത്രം ഷോ ചെയ്യത്തില്ല. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഇതിനു വേണ്ടി ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ മൊബൈല് മറ്റൊരാൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതും ഇതുപോണക്ക് തന്നെയാണ്. അവരുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ഇതുപോണം ഷോ ആവത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊബൈൽ ഈ സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊബൈൽ മനസ്സിലാക്കും ഇതുപോണക്ക് ഇത് ഉടമസ്ഥനല്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെ ഇങ്ങനെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്യും. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഈ മൊബൈൽ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജ് അതിന്റെ ഉള്ളടക്കം ഷോ ചെയ്യത്തില്ല. അതിപ്പോ ഒരു 3-4 മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ 3-4 മെസ്സേജ് മാത്രം അത് മാത്രം ഇങ്ങനെ കാണിക്കും. ഇത്ര മെസ്സേജ് വന്നു, ഒരു മെസ്സേജ് വന്നാൽ ഒരു മെസ്സേജ് വന്നു, അങ്ങനെ മാത്രം കാണിക്കും, ഷോ ചെയ്യും. ബാക്കി ഉള്ളടക്കം ഷോ ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരു സെറ്റിംഗ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിന് നമ്മൾ സെറ്റിംഗ്സ് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് സ്മാർട്ട് നോട്ടിഫിക്കേഷൻ ഹൈഡിംഗ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് സ്മാർട്ട് നോട്ടിഫിക്കേഷൻ ഹൈഡിംഗ് എന്നുള്ളത് നമ്മൾ എനബിൾ ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഗ്രി എന്നുള്ള ഇത് വരും. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. അത് ഇവിടെയായിട്ട് നമ്മൾ ഈ കണ്ടിന്യൂ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫേസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് ഇതിൽ ആരോമാർക്ക് കാണിച്ചിട്ടുണ്ട് ഏത് രീതിയിൽ തിരിച്ച് ഇങ്ങനെ കൊടുക്കണം. അതേമാതിരി നമ്മൾ തിരിച്ചിങ്ങനെ കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഓക്കെ ആവും. അപ്പൊ ഇതേമാതിരി നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ കയ്യിലിരുന്നാലും നമ്മുടെ തൊട്ടടുത്തൊക്കെ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പോലും ഈ നോട്ടിഫിക്കേഷൻ എന്താവും, ഹൈഡ് ആയിരിക്കും. ഉള്ളടക്കം, അതായത് നോട്ടിഫിക്കേഷൻ വന്നത് മാത്രം കാണിക്കും, ഇതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു, പക്ഷെ അതിന്റെ ഉള്ളടക്കം അത് ഷോ ചെയ്യത്തില്ല. അതേസമയം നമ്മുടെ അടുത്ത് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തനിയേ ഉള്ളു, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് അതായത് അപ്പുറം ഇപ്പുറം ഒക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഷോ ചെയ്യാതിരിക്കുന്നത്. ഇത്തിരി ദൂരത്തിലൊക്കെ ആൾ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഷോ ചെയ്യും.
ഓക്കെ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേറെ നമ്മുടെ ഒരു കൂട്ടുകാരുടെ കയ്യിലോ വേറെ നമ്മുടെ ഫാമിലിയിലുള്ള മറ്റാരുടെയെങ്കിലും കയ്യിൽ ഈ മൊബൈൽ ഇരുന്ന് കഴിഞ്ഞാലും ഇത് കണക്ക് തന്നെയാണ്. അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കണക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിന്റെ ഉള്ളടക്കം ഷോ ചെയ്യത്തില്ല, അതങ്ങ് ഹൈഡ് ആവും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോൺ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഫോൺ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് ഫോൺ വരുന്നില്ല. അങ്ങനെയുള്ള സ്ഥിതിയിൽ നിങ്ങൾ എന്താണ് നോക്കേണ്ടത്? ആദ്യമേ നിങ്ങൾ നോക്കേണ്ട സെറ്റിംഗ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് അതായത് നിങ്ങൾക്ക് വരുന്ന കോളുകൾ മറ്റൊരാള് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഫോൺ വരാത്തത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ നോക്കേണ്ട ഒരു സെറ്റിംഗ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ ഫോണിന്റെ ഇവിടെ ആയിട്ട് നമ്മൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മുകളിലായിട്ട് നമ്മൾ 3 ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് കോളിംഗ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ കോളിംഗ് അക്കൗണ്ട് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റർ റിലേറ്റഡ് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കോൾ ഫോർവേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒന്ന് ഇത് അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് കണക്ക് കോൾ ഫോർവേഡിങ് നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കാം, ആരെങ്കിലും ഇത് കണക്ക് അവരുടെ ഫോൺ നമ്പർ ഇങ്ങനെ ഇതിൽ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. ആരുടെ ഫോണിലോട്ടാണ് ഈ ഫോൺ നിങ്ങൾക്ക് വരുന്ന ഫോണെല്ലാം പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നിങ്ങൾ വേറൊരു നമ്പർ ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉടൻ തന്നെ നിങ്ങളങ്ങ് അതങ്ങ് ഡിസേബിൾ ചെയ്യണം. അതായത് എനബിൾ ആക്കി വെച്ചിരിക്കുന്ന ഇതങ്ങ് ഡിസേബിൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഫോണിലോട്ട് പോകത്തില്ല, ഫോർവേഡ് ആവത്തില്ല. ഓക്കെ. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. നമ്മൾ പല കാര്യങ്ങളും നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലോട്ടൊക്കെ ചിലപ്പോൾ അത് ചാടിപ്പോകാറുണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചിലപ്പോൾ എഴുതി കാണിക്കുന്നത് കണക്ക് വൈറസ് ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, അതിനു വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ചെയ്ത് അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും. അപ്പൊ അത് ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ വാണിംഗ് തരും, നമുക്ക് അവിടോട്ട് പോകാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള വാണിംഗ് നമ്മുടെ മൊബൈലിൽ തന്നെ തരും. ഓക്കെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഈ സെറ്റിംഗ്സ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് കാണാം. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സ്വല്പം ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും. മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. അപ്പൊ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്വല്പം ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുന്നുണ്ട്. താഴെയായിട്ട് ആൻഡ്രോയിഡ് സേഫ് ബ്രൗസിംഗ് എന്ന് കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് സേഫ് ബ്രൗസിംഗ് അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് യൂസ് ലൈവ് ടാഗ് ഡിറ്റക്ഷൻ എന്ന് കാണാൻ സാധിക്കും ഇവിടെ. അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ ഒന്ന് ഇത് ശരിക്കും എൻ്റെ മൊബൈലിൽ ഇത് എനബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഇത് എനബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും എനബിൾ ചെയ്ത് വെക്കണം. ഇത് എനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രയോജനമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഒരു സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റൊരു സൈറ്റിലോട്ട് ഇത് അതായത് നമുക്ക് പോകരുതാത്ത സൈറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പല വൈറസും കാര്യങ്ങളും ഒക്കെ ഈ മൊബൈലിൽ വരിക, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കാനിടയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇത് തടയും. നമ്മുടെ മൊബൈൽ തന്നെ നമുക്ക് വാണിംഗ് തരും. അപ്പൊ നമ്മളെ അങ്ങനെ തടയും. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ഒരു ഇത് ഇങ്ങനെ എനബിൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇത് എനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാവത്തില്ല. നമുക്ക് അത് സേഫ് ആയിരിക്കും. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഓക്കെ. അപ്പൊ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിവൈസ് അഡ്മിൻ ആപ്പ്. അതായത് പല ആപ്പുകൾക്കും ചിലപ്പോൾ പെർമിഷൻ കൊടുത്ത് ചിലപ്പോൾ പല ആപ്പുകൾ നമ്മുടെ അറിവില്ലാതെ ചിലപ്പോൾ നമ്മൾ പോലും അറിയത്തില്ല, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ആപ്പുകൾ നമ്മുടെ മൊബൈൽ നിയന്ത്രിക്കുന്നുണ്ടായിരിക്കാം. മൊബൈല് പല കാര്യങ്ങളും അതിന്റെ നിയന്ത്രണത്തിലായിരിക്കാം. അങ്ങനെ സംഭവിക്കും ചില സമയങ്ങളിൽ. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു കാര്യം ചെയ്താൽ മതിയാവും. അപ്പൊ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നിങ്ങൾ മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡിവൈസ് അഡ്മിൻ ആപ്പ് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യുക. ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുന്നത് എൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്ക്
ഡിവൈസ് അഡ്മിൻ ആപ്പ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇങ്ങനെ വീണ്ടും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്ന്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തത്. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന ഇതിപ്പോൾ 2 എൻ്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതേമാതിരി ഇതല്ല, നിങ്ങളിപ്പോൾ അറിയാത്ത പല ആപ്പുകളും ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത പല ആപ്പുകളും ചിലപ്പോൾ ഇവിടെ കാണാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുന്നുണ്ടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആപ്പുകളോ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഷോ ചെയ്യാത്ത പല ആപ്പുകളും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ നിയന്ത്രിക്കുന്നുണ്ടായിരിക്കാം. പല പല കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളിങ്ങനെ ആപ്പുകൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അറിയാത്ത, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണിത്. ഇതൊക്കെ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.